Hello, welcome back to Ari's Adventures, where Arina is going on an adventure today, but not much of a big adventure. നമ്മളൊരു ചെറിയ നടക്കാൻ പോവാം, ചെറിയ വാക്കിന് പോവാണ്, ഒരു ചെറിയ നടത്തത്തിന് പോവാണ്. എങ്ങോട്ടാന്ന് കാണിച്ചു തരാം. ദേ ഇങ്ങോട്ട്. അപ്പോൾ എന്ത് മനസ്സിലായി? ഞാൻ ഇൻട്രോ എടുക്കുന്നത് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ്. സോ വി ആർ ഗോണ സീ വാട്ടർഡെയിൽ ബ്രിഡ്ജ് ടുഡേ. വാട്ടർഡെയിൽ ബ്രിഡ്ജ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഡ്മണ്ടൻ്റെ ടൗണിനെയും മീൻസ് ഡൗൺ ടൗണിനെയും അതിൻ്റെ അപ്പുറത്തെ സൈഡിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു ബ്രിഡ്ജാണ്. ഇതിൻ്റെ നടുക്കൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്, സസ്കെച്ച്വാൻ റിവർ. ഇത് അപ്പോൾ ഈ റിവർ കടന്നപ്പുറത്ത് പോയാലാണ് നമുക്ക് സൗത്ത് സൈഡ് മിൽവുഡ്സൊക്കെ അങ്ങോട്ട് പോകണം എല്ലാത്തിനും. അപ്പോൾ ഈ വാട്ടർഡെയിൽ ബ്രിഡ്ജ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ എഡ്മണ്ടിലേക്ക് വരുമ്പോൾ ആദ്യം കാണുന്ന ഒരു കാഴ്ചയായിരുന്നത്. ഇത് നൈറ്റ് കാണാൻ സൂപ്പർബാണ്. ഇത്തിരി കഴിഞ്ഞ് ഇത്തിരിയൂടെ ലൈറ്റൊക്കെ ആയി കഴിയുമ്പോൾ സെറ്റപ്പാണ്. ഇപ്പോൾ ഒരു 6 o'clock ആയി, നല്ല മഴ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ആദ്യം മുതൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോകാനുള്ള കുറച്ച് ക്ലിപ്സ് കാണാം. ഓക്കെ, ഞങ്ങൾ ശരിക്കും പറഞ്ഞാലേ വെറുതെ ഒരു വാക്കിന് ഇറങ്ങിയതാ. അപ്പോൾ ഓർത്താ എന്നാൽ റിവർ സൈഡിലേക്ക് നടക്കാം. ഞങ്ങൾ പൊതുവേ റിവർ സൈഡിലേക്ക് നടക്കാറില്ല. റിവർ സൈഡിലേക്ക് നടക്കാത്തതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം, നമ്മൾ താമസിക്കുന്നത് ഒരു ഹില്ല് പോലത്തെ ഒരു ഏരിയയാണ്. സോ ഡൗൺ ടൗൺ ശരിക്കും പറഞ്ഞാൽ ഇത്തിരി പൊക്കത്തിലാണ്. അപ്പോൾ അവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങി ഒരു 2 സ്ട്രീറ്റ് കഴിയുമ്പോഴാണ് നമുക്ക് ശരിക്കും ഈ വാട്ടർഡെയിൽ ബ്രിഡ്ജ് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അടുത്താണ്. പക്ഷേ ഹില്ല് ഇറങ്ങുന്ന പോലെ അല്ല ഇത് തിരിച്ച് കയറുന്നത്. ഇത്തിരി പണിപ്പെട്ട പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും നാളും അങ്ങോട്ടേക്ക് ഇറങ്ങാതിരുന്നത്. പക്ഷേ ഇന്ന് ഞങ്ങൾ നമ്മുടെ താഴത്തെ ഗ്രൗണ്ടിൽ തന്നെ ബുഷസൊക്കെ കവർ ചെയ്ത് വന്ന് ലിഫ്റ്റ് വഴി മേളിലേക്ക് വരാനുള്ള ഒരു റൂട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ വി ആർ ഗോയിങ് ടു എക്സ്പ്ലോർ ദാറ്റ് ടുഡേ. എന്താണെങ്കിലും പോകുന്ന റൂട്ടിലെല്ലാം സാറിങ്ങനെ ഫോട്ടോ എടുത്തേ പോകുള്ളൂ. അത് നമ്മുടെ ഒരു രീതിയാണ്. ഇന്നിപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് ഈ റൂട്ടൊക്കെ നല്ല റഷാണ്. പേടിക്കണ്ട, സാറ്റർഡേ സൺഡേ ആകുമ്പോൾ മരണം കഴിഞ്ഞ വീട് പോലെ ആയിരിക്കും. ആളുണ്ടാവില്ല, പട്ടി കൊണ്ടുവന്ന വടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. നമ്മൾ ഈ റൂട്ടിലേക്ക് നടക്കുമ്പോൾ ലെറ്റ്സ് ടോക്ക് എ ലിറ്റിൽ ബിറ്റ് അബൌട്ട് ദ ബ്രിഡ്ജ്. അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ പേര് വാൾട്ടർഡെയിൽ ബ്രിഡ്ജ് എന്നാണ്. ഐ തിങ്ക് ദ പേഴ്സൺ ബിഹൈൻഡ് ദിസ് മൈറ്റ് ബി നെയിംഡ് സംതിങ് ലൈക്ക് വാൾട്ടർ, എനിക്ക് ഉറപ്പില്ല. എന്തായാലും ഇത് രാത്രി കാണാൻ നല്ല ഭംഗിയാണ്, സോ ബ്യൂട്ടിഫുൾ. കാരണം ഇതിന് ചെറിയ LED ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് സോളാർ ആയിരിക്കാം. കാരണം ആൽബർട്ട ഈസ് വൺ ഓഫ് ദ പ്രൊവിൻസ് ദാറ്റ് ഗെറ്റ്സ് ലോട്ട്സ് ഓഫ് സൺലൈറ്റ് എന്നാണ് ഞാൻ കേട്ടുള്ളത്. ഇവിടെ നല്ലപ്പോഴും വെട്ടമായിരിക്കും, പക്ഷെ ചൂടുണ്ടാവില്ല എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ ബ്രിഡ്ജ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർച്ച് ഷേപ്പിലെ ബ്രിഡ്ജാണ്. സ്പോണിങ് ദ നോർത്ത് സസ്കെച്ച്വാൻ റിവർ. ഈ ഒരു ബ്രിഡ്ജിൻ്റെ മൊത്തം പണി കഴിക്കാനായിട്ട് ഏകദേശം $155 million വേണ്ടി വന്നു. ഇത് കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ കിളി പോകും, അതുകൊണ്ട് ഞാൻ നോക്കുന്നില്ല. അപ്പോൾ എന്തായാലും മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട് അബൌട്ട് ദിസ് ബ്രിഡ്ജ് ഇസ് ദാറ്റ് ഇതിന് തൂണില്ല. നമ്മുടെ നാട്ടിലൊക്കെ വെള്ളത്തിലേക്ക് തൂണ് താത്തിയിരിക്കുന്ന കാണത്തില്ലേ, ഇതിന് തൂണില്ല. ഇതിൻ്റെ ശരിക്കും ഈ 2 സൈഡിലെ കരയിലും നമ്മൾ ഈ വലിച്ചു കെട്ടുന്നത് പോലെ ഉള്ളൊരു സിസ്റ്റം വെച്ചാണ് അവരത് ചെയ്തിരിക്കുന്നത്. 2 സൈഡിലും കോൺക്രീറ്റ് വെച്ചിട്ട് അതിലാണ് ഈ ആർച്ച് ഫുള്ള് നിൽക്കുന്നത്. കാണുമ്പോൾ തന്നെ ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ് അത് കാണുമ്പോൾ. ബിക്കോസ് ദർ ഇസ് നോ പില്ലേഴ്സ് ഗോയിങ് ഡൗൺ ടു ദ വാട്ടർ. ഈ ആർച്ച് ഒക്കെ സൗത്ത് കൊറിയയിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. എന്നിട്ട് ഇത് ഷിപ്പ് ചെയ്തതാണ് എഡ്മണ്ടിലേക്ക്. ഇപ്പോൾ സൗത്ത് കൊറിയയിലാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. ഇതിനൊരു സെപ്പറേറ്റ് സൈഡ് വാക്ക് ഉണ്ട്, നല്ല വൈഡ് ആയിട്ടുള്ള സൈഡ് വാക്ക്. അപ്പോൾ ആ സൈഡ് വാക്കിൽ ആൾക്കാർക്ക് നടക്കാം, സൈക്ലിംഗ് ചെയ്യാം, സ്കേറ്റിംഗ് ചെയ്യാം. പിന്നെ അവിടെ തന്നെ ഇരിക്കാൻ നല്ല സ്പോട്ടുണ്ട്. ഈ ബ്രിഡ്ജിൽ തന്നെ ഇരിക്കാനായിട്ടുള്ള സ്പോട്ട്സ് ഉണ്ട്. ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. എസ്പെഷ്യലി സണ്ണി ആണെന്നുണ്ടെങ്കിൽ ആ വാട്ടറൊക്കെ ഇത്തിരി ബ്ലൂയിഷ് കളറിലിരിക്കും. ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ എന്തായാലും ഡൗൺ ടൗണിൽ താമസിക്കുന്നവർക്ക് ഇതൊരു ബ്യൂട്ടിഫുൾ ഗെറ്റ് അവേ സ്പോട്ടാണ്. അതുപോലെ ഇവിടെ ഇരുന്നിട്ട് ഡൗൺ ടൗണിലേക്കുള്ള വ്യൂവും സൂപ്പറാണ്, ഓൾ ദ ബിൽഡിങ്സ് ആൻഡ് ഓൾ. അപ്പോൾ ഇങ്ങനെ റിവറൊക്കെ നോക്കിയിരിക്കാൻ ഒരു രസമല്ലേ. അപ്പോൾ എസ്പെഷ്യലി ബീയിങ് ഓൺ എ സണ്ണി ഏരിയ. അപ്പോൾ ഇന്ന് ഇത്തിരി ഇരുണ്ട് മൂടി കിടക്കുകയാണ്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ദിസ് പ്ലേസ് ഇസ് ദാറ്റ് ഇവിടെ ഹോംലെസ്സസ് ഒന്നും അങ്ങനെ അധികം വരാറില്ല. നമുക്ക് റിസ്ക് ഒന്നുമില്ല. പീസ്ഫുള്ളായിട്ട് വന്നിരുന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ടാണ്. ഇതിൻ്റെ അപ്പുറത്തൊരു ഹില്ലുണ്ട്, അത് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ആ ഹില്ലിൽ നിന്നുള്ള വ്യൂ ഇസ് സ്റ്റണ്ണിങ്. എസ്പെഷ്യലി സൺസെറ്റിൽ ഒയ്യോ നോക്കിയിരുന്ന് പോകും. എനിവേസ് ഐ ആം ഗോണ ഡു അനദർ വീഡിയോ ഓൺ ദാറ്റ്. നമുക്ക് എന്തായാലും ഇന്ന് വാട്ടർഡെയിലും അതിൻ്റെ താഴത്ത് കൂടെ ഉള്ള പാർട്ടും ഒക്കെ ഒന്ന് കണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ.